തിരുമലയിലെ ഓർമ്മകൾ. മനസ്സിൽ നിറയെ സുഗന്ധദ്രവ്യങ്ങളും മധുര സ്മരണകളും നിറഞ്ഞ ഒരു പൊക്കിൾക്കൊടി. പഴയ തെരുവുകൾ, ആഘോഷങ്ങൾ, കളികൾ, സ്നേഹം. ഓരോ കണികയിലും തിരുമലയുടെ ചരിത്രം കിടക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുമലയുടെ ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. നിങ്ങളുടെ വാക്കുകൾ തിരുമലയുടെ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ സഹായിക്കും. എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. തിരുമല സന്ധ്യ ബേക്കറി എന്ന ഒരു സ്ഥാപനം 58 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പം തൃശ്ശൂർ വന്ന ഒരു ചാനലിന് എൻ്റെ അടുത്ത് ചോദിച്ചു, തിരുമലയുടെ പഴയകാല ചരിത്രം എന്താണെന്ന് ചോദിച്ചു. ആ പഴയകാല ചരിത്രം എന്ന് പറഞ്ഞാൽ തിരുമല പ്രദേശത്ത് 1-2 വാഹനങ്ങളാണ് ഇതുവഴി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരുമല ജംഗ്ഷനിൽ ഒരു 55 വർഷങ്ങൾക്ക് മുമ്പ് തിരുമല ജംഗ്ഷൻ ആള് സഞ്ചാരം വളരെ കുറവുള്ളൊരു മേഖലയായിരുന്നു. ആ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് പഴയ ഒരു ഓലമേഞ്ഞ ചന്തയുണ്ടായിരുന്നു. ആ ചന്തയാണ് വൈകിട്ട് ഇവിടെ കൂടാറുള്ളത്. ഈ ചന്തയിൽ ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ പച്ചക്കറിയും മീനും എല്ലാം വാങ്ങുന്നതിന് ആശ്രയം ഉണ്ടായിരുന്ന ചന്തയാണ്. അതിലിവിടെ മുക്കോല ചന്ത എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മലക്കറി കട ഉണ്ടായിരുന്നു. ആ കടയിൽ ഇപ്പം പൂർണ്ണമായിട്ട് പോയി. ചന്ത വന്നിട്ട് പഴയ കാലത്ത് ഓല കൊണ്ട് ഒരു മേഞ്ഞ ഒരു നമ്മളെ ശരിക്കും പറഞ്ഞാൽ കടപ്പുറം ഏരിയയിൽ ചെറിയ ഓല മേഞ്ഞ വീടുകൾ ഇരിക്കും പോലെയാണ് ചന്തയിരുന്നത്. ആ ചന്തയ്ക്കകത്ത് വൈകിട്ടാവുമ്പോൾ ഒരു 3 മണിയാവുമ്പോൾ തന്നെ തിരക്ക് കൊണ്ടങ്ങ് നിറയും. ഈ ആൾക്കാരുടെ തിരക്കും ഇതെല്ലാം ചന്തയ്ക്കകത്ത് നിൽക്കാൻ പോലും ഇടമില്ലാത്ത ഒരു സ്ഥിതിയാണ് പറഞ്ഞത്. അതിനകത്ത് മീന്, മലക്കറികൾ, തേങ്ങ, അരി എന്ന് പറഞ്ഞാൽ ചാക്കിൽ ഒരു 3 ചാക്ക് അരി കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുത്തെ ഒരു സായിപ്പാണ് അത് കച്ചവടം ചെയ്യുന്നത്. ചാക്ക് പൊളിച്ചിട്ട് അതിനെ കൂമ്പിച്ച് വെച്ചിട്ട് നാഴിയിൽ അളന്നാണ് അരി കൊടുക്കുന്നത്. ഓരോരുത്തരുടെ പൈസയുടെ അനുസരിച്ച് നാഴിയിൽ അളന്ന് കൊടുക്കും. അതുപോലെ തേങ്ങ പൂളി വെച്ചിട്ട് ആ തേങ്ങയെ 4 കട്ട് ചെയ്ത് തേങ്ങ പൂളി വെച്ചേക്കും. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു പൈസ കൊടുക്കുമ്പോൾ മീനും വാങ്ങിച്ച് 2 രൂപയുടെ മീനും വാങ്ങിച്ച് 50 പൈസയുടെ തേങ്ങയും വാങ്ങി ഒരു 2 രൂപയുടെ മുളകും വാങ്ങി അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ വാങ്ങി ആൾക്കാർ കൊണ്ടുപോകുന്ന കൗതുകമായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ നമ്മളെ മനസ്സ് നിറഞ്ഞു പോവുകയാണ്. കാര്യം വെച്ചാൽ ഇന്ന് അതില്ല. മീൻ വാങ്ങിച്ചിട്ട് പോകുന്നവര് മീനിന്റെ കൂടെ ഓരോ തേങ്ങ പൂളും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകും. അത്ര ഗതികെട്ട സമയമായിരുന്നു. ഈ പൈസയുടെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. ആ കാലത്ത് ആൾക്കാർ 25 പൈസ കൊടുത്ത് തേങ്ങ പൂളി വാങ്ങിച്ചു കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പലചരക്കടയുണ്ട്. പലചരക്കടയിൽ ഈ മാർക്കറ്റിലുള്ളവർ മൊത്തം ആ പലചരക്കടയിൽ ഇവിടെ വന്ന് ഓണം സദ്യ കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ആ കൂടി നിൽക്കുമ്പോൾ ഈ പലചരക്കടയിൽ മല്ലി മുളകും എല്ലാം പൊതിഞ്ഞു കൊടുക്കുന്നത് പേപ്പറിലല്ല. അന്ന് പേപ്പറിലല്ല, പൂവ ഇല എടുക്കും. പൂവ ഇല എടുത്തിട്ട് പൂവ ഇല 4 ഇങ്ങനെ വെച്ച് ഒന്നിന്റെ പുറത്ത് ഒന്ന് വെച്ചിട്ട് ഈ പൂവ ഇലയിലാണ് മുളകും മല്ലിയും ഉള്ളിയൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നത്. പൊതിഞ്ഞു കൊടുക്കുന്ന കയറല്ല, വാഴനാരാണ്. അതെനിക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. വാഴനാര് ഓരോന്ന് എടുത്തിട്ട് കെട്ടി കടയുടെ കടയിൽ തൂക്കിയിട്ടാക്കി അതിന്ന് ഓരോ നാരെടുത്താണ് ഇത് കെട്ടി കൊടുക്കുന്നത്. അതൊരു ഈ പൂവ ഇലയിലാണ് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഈ കടകളിലെല്ലാം ഒരു 6 മണിയൊക്കെ ആവുമ്പോൾ എല്ലാ കടകളിലും ചിമ്മിന് വിളക്കുകൾ കത്തിച്ചു വെച്ചേക്കും. ആ ചിമ്മിന് വെട്ടത്തിലാണ് ഈ റോട്ടിൽ സഞ്ചരിക്കുന്നവരെല്ലാം സഞ്ചരിച്ച് നോക്കുന്നത്. ഒരു കപ്പലണ്ടി കട അണ്ണാച്ചി ഉണ്ടായിരുന്നു. ആ അണ്ണാച്ചിയുടെ കടയിൽ കപ്പലണ്ടി വാങ്ങാൻ ചെല്ലുമ്പോൾ പേപ്പറിൽ കോട്ടി കടല കൈകൊണ്ട് വാരി കപ്പലണ്ടി കൈകൊണ്ട് വാരി ഇട്ട് തരും കുറിച്ച്. അത് വാങ്ങാൻ ആൾക്കാർ ക്യൂ ആണ്. അന്നത്തെ കാലത്ത് 5 പൈസ 10 പൈസ കൊടുക്കാൻ കപ്പലണ്ടി കിട്ടും. അത് ചൂട് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി വാങ്ങാൻ അണ്ണാച്ചിയുടെ കടയിൽ ആൾക്കാർ ക്യൂ ആണ്. അണ്ണാച്ചി ഒരു ദിവസം 1 ചാക്ക് കപ്പലണ്ടിയൊക്കെയാണ് ചെയ്യുന്നത്. ആ അണ്ണാച്ചിയുടെ കടയിൽ ചിമ്മിന് വിളക്ക് കൊളുത്തി വെച്ചാണ് അദ്ദേഹം കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ സൈക്കിള് ഈ തിരുമല ജംഗ്ഷനിൽ വാടകയ്ക്ക് കൊടുക്കും സൈക്കിള്. കൊച്ചു പിള്ളേർക്ക് കൊച്ചു സൈക്കിൾ, വലിയവർക്ക് വലിയ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന സൈക്കിൾ സംവിധാനം ഉണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് 5 പൈസ 10 പൈസ കൊടുക്കുമ്പോൾ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ ഈ കപ്പലണ്ടി കട അണ്ണാച്ചിയുടെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ സുകുമാരൻ ഡോക്ടർ അവിടെ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടയുണ്ട്. ഓണം ആകുമ്പോൾ ഈ സൈക്കിൾ എല്ലാം കൊച്ചു പിള്ളേർ ബുക്കിംഗ് ആണ്. ബുക്കിംഗ് ചെയ്ത് അവരവിടെ ചെന്ന് നേരത്തെ കൂട്ടി പൈസ കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് വെച്ചേക്കും. ഒരു ദിവസത്തെ വാടകയ്ക്കാണ് ഓരോ വണ്ടി എടുത്തോണ്ട് പോകുന്നത്.
അവർ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് വണ്ടി കൊടുക്കും. അങ്ങനെ തിരുമലയിലെ ഒരുപാട് കാര്യങ്ങൾ ഈ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് തിരുമല ജംഗ്ഷനിൽ ഇവരെല്ലാവരും വൈകിട്ടാവുമ്പോൾ എല്ലാം കടയുടെ വരാന്തയിൽ വന്ന് കുത്തിയിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് അവരുടെ കുടുംബകാര്യങ്ങളും പറഞ്ഞ് ഒരു സന്ധ്യ ആകുമ്പോൾ ഇവരെല്ലാം 8 മണിയാകുമ്പോൾ എല്ലാം പിരിയും. 8 മണി കഴിഞ്ഞാൽ ഇവിടെ ഈ തിരുമല ജംഗ്ഷനിൽ ആരുമില്ല. തിരുമലയാണ്, പിന്നെ ഇവിടെ മലയാണ്, പിന്നെ ഇവിടെ മനുഷ്യനില്ല. ഇന്ന് 12 മണിയായാലും ആളുണ്ട്. തിരുമലയുടെ ഓർമ്മകൾ നമ്മുടെ കൂട്ടായ സ്മരണകളാണ്. നമ്മുടെ പൂർവികർ സൃഷ്ടിച്ച, നമ്മുടെ മക്കൾക്ക് കൈമാറേണ്ട നിധികളാണ്. നിങ്ങളുടെ ഓർമ്മകൾ തിരുമലയുടെ ചരിത്രത്തെ സമ്പന്നമാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുമലയുടെ ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവെക്കൂ. ദൃശ്യം ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അമല സ്റ്റുഡിയോ ആയിട്ടോ ദൃശ്യം ചാനലുമായോ ബന്ധപ്പെടുക. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.